Good morning, dear students. Welcome to the online class. Today we are going to study about the Kerala Cooperative Societies Act, Section 27, subsection 2 and 3 and Rule 34 that deals the representative general body. What do you mean by representative general body? We know that general body of a cooperative society, it is the final authority of a society. As concerned with the representative general body, it is constituted or formed in a special situation. Then sections 27, subsection 2 and 3, rule 34 specified about the representative general body that if the area of എന്താണ് representative general body എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചില കേസുകളിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ജനറൽ ബോഡികളിൽ നമുക്ക് പല ഡിസിഷൻസുകളും എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുവേണ്ടി റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ ഒരു സൊസൈറ്റി എന്ത് ചെയ്തിരിക്കണം, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഏതെല്ലാം ടൈപ്പുള്ള സൊസൈറ്റികൾക്ക്, എത്ര മെമ്പേഴ്സ് വരുന്ന സൊസൈറ്റീസുകൾക്ക്, ഏതൊക്കെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ വരുന്ന സൊസൈറ്റീസുകൾക്കാണ് ഇത്തരത്തിലുള്ള റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുക. അതിനെക്കുറിച്ചുള്ള ഒരു റൂളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഇഫ് ദ ഏരിയ ഓഫ് എ സൊസൈറ്റി ഈസ് വൺ ഓർ മോർ താലൂക്ക്, അതായത് അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷന്റെ ബേസിൽ ഞാൻ പറഞ്ഞു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഒന്നോ അതിലധികമോ താലൂക്ക് ഉൾപ്പെടുന്നതാണ് ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നുണ്ടെങ്കിൽ അവിടെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് മോർ ദാൻ 1000, 1000-നേക്കാൾ കൂടുതൽ വ്യക്തികൾ അവിടെ മെമ്പർമാരായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ ജനറൽ ബോഡി എന്ന് പറയുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ആ സൊസൈറ്റിയിലെ ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ അവിടെ നിന്ന് എലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാല് എല്ലാ ജനറൽ ബോഡികളിലും ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് എല്ലാ പ്രൊവിഷൻസുകളും, ഇപ്പോ അമെന്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, പുതിയ ഡിസിഷൻസുകൾ എടുക്കുകയാണെങ്കിൽ, ഓൾട്രേഷൻസുകൾ എന്തും തീരുമാനിക്കാനുള്ള റൈറ്റ് എവിടെയാണ്? ജനറൽ ബോഡിയിലാണ്. പക്ഷെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അവിടെ ശരിക്കുള്ള ജനറൽ ബോഡി മീറ്റിംഗ് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഒന്നാമത്തെ കേസ് പറയുന്നത് ഓൾട്രേഷൻ ഓഫ് ദി ബൈലോ. ബൈലോയിലെ ഏതെങ്കിലും പ്രൊവിഷൻസുകളോ എന്തെങ്കിലും സെക്ഷൻസുകളിലോ റൂൾസുകളിലോ അമെന്റ്മെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി വിളിച്ചു കഴിഞ്ഞാൽ ആ റെസൊല്യൂഷൻസുകൾക്ക് എന്തുണ്ടാവില്ല? എൻഫോഴ്സ്മെന്റ് ഉണ്ടാവില്ല. അവിടെ ജനറൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പെഷ്യൽ ജനറൽ ബോഡി തന്നെ ആയിരിക്കണം കൺവീൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു അമെന്റ്മെന്റ് ഓഫ് ബൈലോ എന്ന് പറയുന്നത് നമ്മൾ കുറെ റൂളുകളൊക്കെ പഠിച്ചതാണ്. 2/3 ആയിട്ടുള്ള മെമ്പേഴ്സ് അവിടെ പ്രസന്റ് ആയിരിക്കണം, വോട്ടിംഗ് ചെയ്തിരിക്കണം. ഇനി അതിനു വേണ്ടിയുള്ള മെമ്പേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള നോട്ടീസ് നൽകിയിരിക്കണം. 15 days ക്ലിയർ നോട്ടീസ് ആണ് നൽകേണ്ടത്. അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് റൂളുകളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. പക്ഷെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ബൈലോയിലെ പ്രൊവിഷൻസുകൾ ഓൾട്ടർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ വരുന്ന ഡിസിഷൻസുകൾ എടുക്കുന്നതിന് വേണ്ടി അത്തരം തീരുമാനങ്ങൾ എടുക്കാനായി എന്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോ ഇലക്ഷൻ നടത്തുന്നതും അതുപോലെ തന്നെ ബൈലോ ആൾട്ടർ ചെയ്യുന്നതും ഒഴികെയുള്ള ഡിസിഷൻസുകൾക്ക് വേണ്ടി റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ 1000 മെമ്പേഴ്സിനേക്കാൾ താഴെയുള്ള സൊസൈറ്റികൾക്കും അതുപോലെ തന്നെ ഒന്നിലധികം താലൂക്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇല്ലാത്ത സൊസൈറ്റികൾക്കും റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അവിടുത്തെ ആരെന്നാണ്? ജനറൽ ബോഡി തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് അതിൽ പറയുന്നത്, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ കൺസിസ്റ്റ് ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് റെപ്രസെന്റേറ്റീവ് ഇലക്ടഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദി ബൈലോ. ആരൊക്കെയാണ് ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ വരുന്ന ആളുകൾ എന്നുള്ളതാണ്. നമ്മൾ ജനറൽ ബോഡി അല്ലെങ്കിൽ ജനറൽ കമ്മിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആ ജനറൽ ബോഡിയിൽ വന്നിട്ടുള്ള കമ്മിറ്റി മെമ്പർമാരും അതുപോലെ തന്നെ ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രൊവിഷൻ പ്രകാരം ഉള്ള ചില റെപ്രസെന്റേറ്റീവ്സുകളും ഉൾപ്പെടുന്നതാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, the representative general body shall constituted once in 5 years and their term shall be co-terminus with the act that of elected committee.
അതായത് നമ്മൾ ഓരോ ഡിസിഷൻസുകൾ എടുക്കാനായിട്ടും എന്ത് പറയും, ജനറൽ ബോഡി കൺവീൻ ചെയ്യണമെന്ന് പറയും. പക്ഷെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 yearsൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഷാൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് once in 5 years and their term shall be terminus. അതായത് ഇപ്പൊ എത്ര വർഷത്തേക്കാണ് അവര് എന്താ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അവരുടെ ടേം ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്മിറ്റിക്കാണ് തീരുമാനിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റെപ്രസെന്റേറ്റീവ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ടേം ഓഫ് ഓഫീസ് തീരുമാനിക്കുന്നത് കമ്മിറ്റി മെമ്പേഴ്സ് ആണ്. അപ്പൊ ഈ റെപ്രസെന്റേറ്റീവ് ബോഡിയില്, ജനറൽ ബോഡിയില് എത്ര മെമ്പേഴ്സിന് വരെ അതിൽ ഉൾപ്പെടാം എന്ന് പറയുന്നതിന്റെ റൂളുകൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ റൂളുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഈച്ച് ഡെലിഗേറ്റ് ഓഫ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ പ്രസന്റ് എ മിനിമം ഓഫ് 50 members and the total delegates shall not exceed. അതായത് മിനിമം നമ്പർ എത്ര ഉണ്ടായിരിക്കണം, 50 പേരെങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷെ അത് ടോട്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സിനേക്കാൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, എക്സീഡ് ചെയ്യാനും പാടില്ല. അപ്പൊ ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടാണ് ഈ പറയുന്ന മിനിമം നമ്പർ ഓഫ് പേഴ്സൺസിനെ ഡിക്ലയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ റൂളാണ് പറയുന്നത് 50 persons in the case of total number of society does not exceed 2500. 2500 മെമ്പർമാരുള്ള സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ 500 മെമ്പറിനേക്കാളും കൂടുതലാകാനായിട്ട് പാടില്ല. ഇനി 2500-നേക്കാൾ കുറവും 2500-നേക്കാൾ കൂടുതലും 10,000-നേക്കാൾ കുറവും ആണ് മെമ്പർമാർ. അതായത് 2500-ന്റെയും 10,000-ന്റെയും ഇടയിലാണ് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ അവർക്ക് 200 മെമ്പർമാരെ ഏതിലേക്ക് എടുക്കാം, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് അതർ കേസുകളാണെങ്കിൽ ഇപ്പൊ 10,000-നേക്കാൾ എബോ ആണ് അവിടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡെലിഗേറ്റ്സ് എത്ര ആവാം, 500 പേരെങ്കിലും ആവാം. ഈ റൂൾ പ്രകാരം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഈ പറയുന്ന റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലെ മെമ്പർമാർക്ക് പങ്കെടുക്കാനായിട്ട് പാടുള്ളൂ. റൂൾ 34A പറയുന്നത് 34A prescribes the procedure of election to the representative general body. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലുള്ള ആളുകളെയും തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷനാണ് 34A പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സെക്ഷൻ 28 ആണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ദി കമ്മിറ്റി. അതായത് ജനറൽ ബോഡിയിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ എന്താ പറയുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർമാർ എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി മെമ്പർമാര് ആരിൽ നിന്നാണ് വരുന്നത്, ജനറൽ ബോഡിയിൽ നിന്നാണ്. അപ്പൊ അവരെങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, എത്ര മെമ്പർമാർക്ക് വരെ ഒരു സൊസൈറ്റിയില് ഡയറക്ടർ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർമാരാവാം, എത്ര കാലാവധി ഉണ്ടായിരിക്കാം, അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പിലുള്ള സൊസൈറ്റീസുകളിൽ ആണ് ഇത്തരത്തിലുള്ള കമ്മിറ്റി മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യപ്പെടുന്നത്, അതിനെ കുറിച്ചുള്ള റൂൾസുകളാണ് നമുക്ക് ഇവിടെ ഇനി പഠിക്കാനുള്ളത്. അപ്പൊ നോക്കൂ, ദ ജനറൽ ബോഡി ഓഫ് സൊസൈറ്റി ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഫോർ എ പീരീഡ് ഓഫ് 5 years. അതായത് നമുക്കറിയാം ഒരു സൊസൈറ്റിയില് ഒരു ജനറൽ ബോഡിയിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുന്ന മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഇലക്ട് ചെയ്ത ഡേറ്റ് മുതൽ 5 വർഷത്തേക്കാണ് അവരുടെ പ്രവർത്തന കാലാവധി. 5 years ആണ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ കാലാവധി. ദെൻ ഈ കമ്മിറ്റി മെമ്പേഴ്സില് മെയിനായിട്ടും നിയമപ്രകാരം സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് ബൈലോ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ മാനേജ്മെന്റ് അഫയേഴ്സുകളിൽ ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ജനറൽ ബോഡിയിൽ നിന്ന് ഇലക്ട് ചെയ്യുന്ന കമ്മിറ്റി മെമ്പേഴ്സിന്റെ മെയിൻ ഡ്യൂട്ടി. 5 വർഷത്തേക്ക് അവരെ ഇലക്ട് ചെയ്യുമ്പോൾ ദേ ഹാവ് ദ ഡ്യൂട്ടി ടു മാനേജ് ദി അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എത്ര മെമ്പർമാരെ വരെ ഇവിടെ എന്ത് ചെയ്യാം, ഇലക്ട് ചെയ്യാം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ടാണ് ഇതിലുള്ള കമ്മിറ്റി മെമ്പേഴ്സിന്റെ മാക്സിമം നമ്പറിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ക്രെഡിറ്റ് സൊസൈറ്റി ആണോ അല്ലെങ്കിൽ മറ്റ് അതർ ടൈപ്പുള്ള സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് കമ്മിറ്റി മെമ്പേഴ്സിലും എന്തുണ്ടായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് കമ്മിറ്റി മെമ്പേഴ്സിനെ ആ ഒരു ബേസിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് of the committee shall not exceed 15
in the case of primary society, and in other society is 21. പ്രൈമറി സൊസൈറ്റീസുകളിലാണെന്നുണ്ടെങ്കിൽ പ്രൈമറി നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ അപ്പക്സ് ലെവൽ, സെൻട്രൽ ലെവൽ ആൻഡ് പ്രൈമറി. അപ്പൊ പ്രൈമറി സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിന്റെ നമ്പർ 21 ആണ്, 15 ആണ്. ദെൻ അതർ സൊസൈറ്റി, അതായത് ഫെഡറൽ സൊസൈറ്റി അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര പേർക്ക് ഉണ്ടാവാം? 21 നമ്പേഴ്സിന് കമ്മിറ്റി മെമ്പർമാരാവാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഫെഡറൽ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ, ഫെഡറൽ സൊസൈറ്റീസുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ഒരു റൂൾ പറയുന്നുണ്ട്. ഇൻ ദി കേസ് ഓഫ് ഫെഡറൽ സൊസൈറ്റി, ദി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി ഓഫ് ദി കമ്മിറ്റി ദർ ഷാൽ നോട്ട് എക്സീഡ് 25% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ദ കമ്മിറ്റി as in the case may be as follows. അതായത് 25%-നേക്കാൾ ഫെഡറൽ സൊസൈറ്റീസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര മെമ്പർമാർ അവിടെ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ബേസിലാണ് ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത്. അതിന്റെ 25%-നേക്കാൾ കൂടുതൽ മെമ്പർമാര് ഏതിലുണ്ടാവാനായിട്ട് പാടില്ല? ഈ പറയുന്ന കമ്മിറ്റി മെമ്പർമാരായിട്ട് ഉണ്ടാകാനായിട്ട് പാടില്ല. ഇനി മറ്റൊരു റൂള് പറയുന്നത് ഏതൊക്കെ ടൈപ്പുള്ള സൊസൈറ്റീസുകളിലാണ് ഇലക്ഷൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്? ഈ തരത്തിലുള്ള കമ്മിറ്റിയെ ഇലക്ട് ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇലക്ഷൻ ഷാൽ ബി കണ്ടക്ടഡ് ഓൺ വാർഡ് ബേസിസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ബൈലോ. ബൈലോ പ്രകാരം ഇനി പറയുന്ന സൊസൈറ്റീസുകളില് അതിന്റെ വാർഡ് ബേസ് വെച്ചുകൊണ്ട് കമ്മിറ്റി മെമ്പേഴ്സിനെ ഇലക്ഷൻ മുഖേന എന്ത് ചെയ്തിരിക്കണം? തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. അപ്പൊ ആ സൊസൈറ്റീസുകളാണ് നമ്മളിവിടെ പറയുന്നത്. നമ്പർ 1 പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, റൂറൽ ബാങ്ക് ആൻഡ് റീജിയണൽ ബാങ്ക്. ദെൻ ഡിസ്ട്രിക്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ക്രെഡിറ്റ് ഡെവലപ്മെന്റ് ബാങ്ക്, പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇങ്ങനെയുള്ള സൊസൈറ്റീസുകളിലൊക്കെ വാർഡ് ബേസിൽ എന്ത് ചെയ്തിരിക്കണം? കമ്മിറ്റി മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ കണ്ടക്ട് ചെയ്യേണ്ട സൊസൈറ്റികളാണ് നമ്മളിവിടെ പറഞ്ഞ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സർവീസ് സൊസൈറ്റി, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, ദെൻ ഫാർമേഴ്സ് ക്രെഡിറ്റ് സൊസൈറ്റി, സർവീസ് സൊസൈറ്റി, റൂറൽ ബാങ്ക് ആൻഡ് റീജിയണൽ ബാങ്ക്. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ എന്ത് ചെയ്യണം? കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കണ്ടക്ട് ആൻ ഇലക്ഷൻ for administering or for electing the committee members on the basis of the rules prescribed in bylaw of Cooperatives Act. അനന്തര കാര്യം പറയുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ കമ്മിറ്റി മെമ്പേഴ്സിന്റെ നമ്പർ പറഞ്ഞു അല്ലെ. അതായത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകളിലാണെങ്കിൽ 15ഉം അതർ സൊസൈറ്റീസുകളിലാണെന്നുണ്ടെങ്കിൽ 21 ആണ്. ചില കേസുകളിൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻഡിവിജ്വൽസ് കൂടെ ഇതിലെന്ത് ചെയ്യും? കോപ്റ്റ് ചെയ്യാം. കമ്മിറ്റി മെമ്പേഴ്സിൽ കോപ്റ്റ് ചെയ്യാം. അങ്ങനെ കോപ്റ്റ് ചെയ്യുന്ന ആളുകൾ 2 പേരെങ്കിലും ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അവര് ഏതൊക്കെ ഏരിയയിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, അവരുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ കമ്മിറ്റി ഇൻ ദി ഓഫീസ് ഷാൽ ബി കോമ്പിറ്റന്റ് ടു കോപ്റ്റ് 2 persons or representatives who have experience in the field of banking, management, finance and specialization in any other field and relating to the object and activities undertaken by a cooperative society as member of the board of society in addition to the maximum limit. അതായത് പ്രൈമറി സൊസൈറ്റിയിൽ 15ഉം ദെൻ അതർ സൊസൈറ്റിയിൽ 21. ഈ മെമ്പർമാർക്ക് പുറമെ എന്ത് ചെയ്യാം? കമ്മിറ്റി ഇതില് 2 റെപ്രസെന്റേറ്റീവ്സുകള്, അതായത് ആ റെപ്രസെന്റേറ്റീവ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജ്മെന്റ് നടത്തുന്നതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ചില സബ്ജക്ടുകളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ ഈ കമ്മിറ്റി മെമ്പേഴ്സിൽ മെമ്പർമാരാക്കിയിരിക്കാം. അങ്ങനെ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ? 2 ആളുകളെ കോപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ ഏരിയയിലാണ് സ്പെഷ്യലൈസേഷൻ? ഒന്ന് ബാങ്കിങ്, ഫിനാൻസിങ്, then management, then specialization in the other field relating to the object and the management of the society.
ഫിനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ്, ദെൻ സൊസൈറ്റിയുടെ മാനേജ്മെന്റ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഇതുപോലുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ഇത്തരത്തിലുള്ള റെപ്രസെന്റേറ്റീവ്സുകളായിട്ട് കോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റെപ്രസെന്റേറ്റീവ്സുകൾക്ക് ഇനി അവരുടെ റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ചില മീറ്റിങ്ങുകളിൽ കൺവീൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ, അവർക്ക് ഇലക്ഷന് നിൽക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളതിനൊക്കെയാണ് പറയുന്നത്. അവർക്ക് ഏതെങ്കിലും ടൈപ്പിൽ ഓഫീസ് ബെയറേഴ്സ് ആകാനായിട്ട് കഴിയും. കാരണം കമ്മിറ്റി മെമ്പർമാരിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുക, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്ന പോലുള്ള ആളുകളൊക്കെ തെരഞ്ഞെടുക്കുക സൊസൈറ്റിയിൽ. പക്ഷെ അതൊക്കെ ആകാനായിട്ട് ഈ പറയുന്ന ഓഫീസേഴ്സിന് കഴിയുമോ എന്നുള്ളതാണ് അടുത്ത റൂളിൽ പറയുന്നത്. Such co-opted members shall not have the right to vote in election of the cooperative society as not eligible to be elected of office bearers of the board. അതായത് കമ്മിറ്റി മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ഷനുകളിൽ വോട്ടിംഗ് ചെയ്യാനുള്ള റൈറ്റ് ഈ കോപ്റ്റ് ചെയ്ത ആളുകൾക്കില്ല. അത് മാത്രമല്ല, ഈ വ്യക്തികളെ എന്ത് ചെയ്യാനും പാടില്ല, കാൻഡിഡേറ്റ് ആയിട്ട് പ്രസിഡന്റോ അല്ലെങ്കിൽ ചെയർപേഴ്സണോ ഒക്കെ ആയിട്ട് ഈ ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടാനും അധികാരമില്ല. അവർക്ക് വോട്ട് ചെയ്യാനും പറ്റില്ല. അവര് വോട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും പാടില്ല, കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനും പാടില്ല. അപ്പൊ ആ രണ്ടും ചെയ്യാതെ സൊസൈറ്റിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ മുഖ്യ പാഠവുമുള്ള ആളുകളുടെ നേതൃത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ തരത്തിലുള്ള രണ്ട് വ്യക്തികളെ കോപ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം. അനദർ വൺ പറയുന്നത്, ഇനി ഇവരുടെ ഇങ്ങനെയുള്ള ആളുകളുടെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവരുടെ എത്ര പ്രവർത്തന കാലാവധിയെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു കേസ് പറഞ്ഞത് കാഷ്വൽ വേക്കൻസി വരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ കമ്മിറ്റി മെമ്പേഴ്സിനെ നമ്മൾ ഇലക്ട് ചെയ്തു, ഏതെങ്കിലും ഒരു കമ്മിറ്റി മെമ്പർ, അതായത് ഇപ്പോ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിസീസ്ഡ് മെമ്പറായി, അപ്പൊ അങ്ങനെയുള്ള കാഷ്വൽ വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത റൂൾ എന്താന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കാഷ്വൽ വേക്കൻസി വരുന്ന കേസുകളിൽ, അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കമ്മിറ്റി മെമ്പേഴ്സിൽ എന്തെങ്കിലും വേക്കൻസികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഫിൽ ചെയ്തിരിക്കണം എന്നുള്ള ഒരു റൂള് ഈ ആക്ടിൽ പറയുന്നുണ്ട്. സെക്ഷൻ 28 പറയുന്നത്, കാഷ്വൽ വേക്കൻസി ഓഫ് എ ഇലക്ടഡ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൽ ബി ഫിൽഡ് ബൈ ദി നോമിനേഷൻ ഔട്ട് ഓഫ് ദി സെയിം ക്ലാസ് ഓഫ് ദി മെമ്പേഴ്സ് if the term of office of the board is less than half of its original term. ഇങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ ഒഴിവ് വന്ന ആളുകളെ ഈ സെയിം ആളുകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, കമ്മിറ്റി ബോർഡിൽ നിന്ന് തന്നെ ഇലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും 5 വർഷമാണ് അല്ലെ, ഇലക്ട് ചെയ്ത ഡേറ്റ് മുതൽ 5 വർഷമാണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടേം ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവർക്ക് 2.5 വർഷം വരെയാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കാഷ്വൽ വേക്കൻസിയിൽ വന്നിട്ടുള്ള ഓഫീസ് ബെയറേഴ്സിന് അവർ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സിന്റെ പ്രവർത്തന കാലാവധി എന്ന് പറയുന്നത് 2.5 വർഷം മാത്രമേ ഉള്ളൂ. അനദർ പോയിന്റ് പറയുന്നത്, ഇനി ആർക്കൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സിൽ വരാനായിട്ട് കഴിയുക, അതിന്റെ റൂളിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ്. ദ പേഴ്സൺ ഹു ഹാവ് സൈൻഡ് ദി ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ദി സൊസൈറ്റി may appoint a committee to conduct the affairs of the society for a period of 3 months from the date of the registration. അതായത് സൊസൈറ്റി ഇപ്പോ നമ്മൾ സാധാരണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് 3 മാസത്തിനകം എന്ത് ചെയ്തിരിക്കണം, ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുകയും ചെയ്യണം. പക്ഷെ സൊസൈറ്റിയുടെ മെമ്പേഴ്സില് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു, പക്ഷെ ഒരു മാനേജ്മെന്റ് ബോഡി അവിടെ എന്ത് ചെയ്തിട്ടില്ല, അപ്പോയിന്റ് ചെയ്തിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമപ്രകാരം ഈ സൊസൈറ്റി രൂപീകരിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ നിന്ന് കുറച്ച് വ്യക്തികളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാം, സൊസൈറ്റിയുടെ ഭരണനിർവഹണത്തിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒറിജിനൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട്, ജനറൽ ബോഡി ഒക്കെ കൺവീൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പായി സൊസൈറ്റിയിലെ ആപ്ലിക്കേഷൻ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ടുള്ള ചില വ്യക്തികളിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സൊസൈറ്റിയുടെ മാനേജ്മെന്റിന് വേണ്ടി ഒരു ഗ്രൂപ്പിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നുണ്ട്. അനദർ പോയിന്റ് പറയുന്നത്, എന്നാണ് ഒരു ഫസ്റ്റ് കമ്മിറ്റിയെ രൂപീകരിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു റൂളാണ് പറയുന്നത്. Where the bylaw or so provided, the government or the registrar may nominate
all or any of the member of the first committee including the president or chairman for a period not exceeding 12 months. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യാനോ ജനറൽ ബോഡി കൺവീൻ ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് 3 മാസത്തേക്ക് വേണ്ടി ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ ഒരു നോമിനേറ്റ് ചെയ്യാം. അതായത് ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് ചെയ്യാനാണ്. ഇനി മറ്റൊരു റൂൾ പറയുന്നത് ഇപ്പൊ ഗവൺമെന്റിനോ രജിസ്ട്രാർക്കോ എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ വെച്ചുകൊണ്ട്, അതായത് മെമ്പേഴ്സിൽ നിന്ന് ഫസ്റ്റ് കമ്മിറ്റി ആയിട്ട് ഇവരെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, സൊസൈറ്റിയുടെ ഭരണം നിർവഹിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് കമ്മിറ്റി വരുമ്പോ അത് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. അവരിൽ നിന്ന് തന്നെ ഒരു പ്രസിഡന്റിനെയും ചെയർമാനെയും ഇലക്ട് ചെയ്യുകയും ചെയ്യാം. അവർക്ക് 12 മാസം വരെയാണ് എന്ത് ചെയ്യാനായിട്ടുള്ള അവരുടെ പ്രവർത്തന കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും സമയം വരെ, 1 വർഷം വരെ അവർക്ക് സൊസൈറ്റിയുടെ ഭരണനിർവഹണങ്ങളിൽ പങ്കെടുക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഫംഗ്ഷൻ ചെയ്യാനും കഴിയും. അപ്പോ കമ്മിറ്റിയെയും ഇലക്ട് ചെയ്യാം ഗവൺമെന്റ് ഓർ രജിസ്ട്രാർക്ക്. അതിൽ നിന്ന് തന്നെ ആരെയും ഇലക്ട് ചെയ്യാം, പ്രസിഡന്റ് ഓർ ചെയർമാനെയും ഇലക്ട് ചെയ്യാം. ഇനി ചില കേസുകളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു കമ്മിറ്റിയുടെ മെമ്പർ ആകുന്നതില് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഒരു കമ്മിറ്റിയിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ആരാവാം, ജനറൽ ബോഡിയിൽ നിന്നും ഇലക്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോ ഇലക്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഗവൺമെന്റിനും അതുപോലെ തന്നെ സാധാരണ റൂൾ പ്രകാരം ഉണ്ടാവുന്ന ഒരു കമ്മിറ്റികൾ ഉണ്ടാവാം. പക്ഷെ കമ്മിറ്റികളിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ചില കേസുകളിൽ ഡിസ്ക്വാളിഫൈഡ് ആകുന്ന കണ്ടീഷൻസുകളും പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആകുന്ന, അങ്ങനെ അപ്പോയിന്റ്മെന്റിന് ഡിസ്ക്വാളിഫൈഡ് ആകുന്ന ഒരു കണ്ടീഷനാണ് പറയുന്നത്, ഇഫ് ദ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓഫ് മോർ ദാൻ 1 സൊസൈറ്റി ഓഫ് ദി സെയിം ടൈപ്പ്. അതായത് ഒരേപോലുള്ള സൊസൈറ്റിയില് ആളെന്ത് ചെയ്യാം, മറ്റൊരു സൊസൈറ്റിയില് ഇതേപോലുള്ള ഒരു സൊസൈറ്റിയില് മറ്റൊരു സൊസൈറ്റിയില് മെമ്പർ ആവുക. അടുത്ത പോയിന്റ്, ഫീസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി മോർ ദാൻ 2 സൊസൈറ്റി ഓഫ് ദി ഡിഫറെന്റ് ടൈപ്പ്. ഒരേ സൊസൈറ്റി അല്ല, പല ടൈപ്പുള്ള സൊസൈറ്റിയാണ്. 2-ലധികം സൊസൈറ്റിയിൽ മെമ്പർ ആയി കഴിഞ്ഞാലും അയാൾക്കും കമ്മിറ്റിയിലെ മെമ്പർ ആവാനായിട്ട് കഴിയില്ല. ഇപ്പൊ ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, അതിലുള്ള ജനറൽ ബോഡിയിൽ ഒരു മെമ്പറെ നമ്മൾ എന്താക്കി മാറ്റാണ്, കമ്മിറ്റി മെമ്പർ ആക്കി മാറ്റുകയാണ്. പക്ഷെ അയാൾ വേറൊരു പ്രൈമറി സൊസൈറ്റിയിലും മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അയാള് ഈ സൊസൈറ്റിയില് ചെയർമാനോ പ്രസിഡന്റോ ആയിട്ട് ഇലക്ട് ചെയ്യാനായിട്ട് നിയമം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാണ് പറയുന്നത്, ഇഫ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി മോർ ദാൻ 1 സൊസൈറ്റി ഇൻ ദ സെയിം ടൈപ്പ്, ഇഫ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദിസ് കമ്മിറ്റി മോർ ദാൻ 2 സൊസൈറ്റി ഓഫ് ദ ഡിഫറെന്റ് ടൈപ്സ്. പക്ഷെ ഈ പറയുന്ന ഒരു കേസിൽ തന്നെ എന്ത് വരുന്നുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. അതായത് ദ എബോവ് ക്വാളിഫിക്കേഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഓഫ് അപ്പോയിന്റ്മെന്റ് as for being a member of the committee as of the apex and central society of the same type of the type. No member of the committee shall be president or chairman more than 1 committee of the same type. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില കമ്മിറ്റികളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത്, മെമ്പർമാരാകാനായിട്ട് പറ്റില്ല എന്നുള്ളത്. പക്ഷെ ചില അപ്പക്സ് സൊസൈറ്റിയിലായി കഴിഞ്ഞാലും സെൻട്രൽ സൊസൈറ്റിയിലായി കഴിഞ്ഞാലും ഈ ഡിസ്ക്വാളിഫിക്കേഷൻ അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് ഒരു റൂൾ ഉണ്ട്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് സെയിം ടൈപ്പ് ഓഫ് സൊസൈറ്റിയിൽ ഒരേ സമയം ചെയർമാൻമാരാകാനോ അല്ലെങ്കിൽ ഒരേ സമയം തന്നെ മോർ ദാൻ 1 സൊസൈറ്റിയിൽ പ്രസിഡന്റ് ആകാനോ ആണ് സെൻട്രൽ സൊസൈറ്റി ആയി കഴിഞ്ഞാലും അപ്പക്സ് സൊസൈറ്റിയിലായി കഴിഞ്ഞാലും ഡിസ്ക്വാളിഫിക്കേഷൻ. ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ടൈപ്പിൽ മെമ്പർ ആകാനുള്ള, കമ്മിറ്റി മെമ്പർ ആകാനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ അവിടെ ഇതല്ല. മറ്റ് 1-ലധികം സൊസൈറ്റിയിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ ചെയർമാനോ ആണെന്നുണ്ടെങ്കിലാണ് അപ്പക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റിയിൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്ന മറ്റൊരു റീസൺ ആണ് പറയുന്നത്, ദ മെമ്പർ ഓഫ് ദി കമ്മിറ്റി മേ ബി പെയ്ഡ് ഓണറേറിയം. അതായത് ഒരു കമ്മിറ്റി മെമ്പർ ആണ്, പക്ഷെ അയാൾക്ക് പ്രതിഫലം വാങ്ങിക്കുന്ന ആളാണ്. പ്രതിഫലം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള സർവീസുകൾ അയാള് ആ സൊസൈറ്റിക്ക് വേണ്ടി നൽകുന്നത് കൊണ്ട് ബൈലോ പ്രകാരം ഒരു പെയ്ഡ് എമൗണ്ട് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെയും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, കമ്മിറ്റി മെമ്പർ ആകുന്നതിനെ ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്.
ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ദ ക്വാറം ഫോർ എ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഷാൽ ബി ജസ്റ്റ് അബോവ് ദ 50% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ദി സൊസൈറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് കമ്മിറ്റി. അതായത് ഇപ്പൊ വേറൊരു കമ്മിറ്റി മെമ്പർമാരില് കമ്മിറ്റിയിൽ ഉള്ള ഒരാളാണ്, പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാറം എന്ന് പറഞ്ഞാല് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ബി അറ്റൻഡ് ദ മീറ്റിംഗ്. അതായത് ഒരു ക്വാറം തികയണം, നിയമപ്രകാരം ആ മീറ്റിംഗിന് വാലിഡിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്ര പേഴ്സൺസ് എങ്കിലും അവിടെ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പൊ ആ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്ന പേരാണ് ക്വാറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കമ്മിറ്റിയിൽ ക്വാറം തികയണമെന്നുണ്ടെങ്കിൽ 50%-നേക്കാൾ എബോവ് ആണ്, ജസ്റ്റ് എബോവ് ദി 50% ഉള്ളൊരു കമ്മിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഒരു മെമ്പർക്കും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, കമ്മിറ്റി മെമ്പറായിട്ട് ഇലക്ട് ചെയ്യപ്പെടാനായിട്ട് പാടില്ല. ദാറ്റ് ഈസ് ദ quorum for meeting of a committee shall be just above 50% of the total number of the members of that committee. He is not eligible for appointment of the member of committee. ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് ഏതിൽ പറയുന്നുണ്ട്, കമ്മിറ്റിയുടെ അപ്പോയിന്റ്മെന്റിൽ പറയുന്നുണ്ട്. ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് 5 ഇയേഴ്സിനാണ്, ജനറൽ ബോഡിയിൽ നിന്നാണ് കൺവീൻ ചെയ്യുന്നത്. കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സൊസൈറ്റിയില് 15 ആണ്, മറ്റ് സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ 21 മെമ്പേഴ്സ് ആയിരിക്കണം കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫെഡറൽ സൊസൈറ്റിയിലാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ 25%-നേക്കാൾ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ചില സൊസൈറ്റീസുകളിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമേ വാർഡ് ബേസിൽ, വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയമപ്രകാരമുള്ള ഓരോ വാർഡുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ താലൂക്കില് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വാർഡുകളിൽ ആ വാർഡിന്റെ ബേസ് വെച്ചുകൊണ്ടാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആവാം, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആവാം, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, റീജിയണൽ റൂറൽ ബാങ്ക്, അങ്ങനെയുള്ള സൊസൈറ്റീസുകളിലൊക്കെ വാർഡ് ബേസിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കണം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്മിറ്റി മെമ്പേഴ്സില് 2 വ്യക്തികൾ എന്ത് ചെയ്യാം, കോപ്റ്റ് ചെയ്യാം. അത് ആ ഓഫീസേഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഏരിയാസുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഇലക്ഷന് വേണ്ടി കാൻഡിഡേറ്റ് ആകാനോ ഉള്ള അർഹത ഉണ്ടാവില്ല. അതിനൊരു ഇനെലിജിബിലിറ്റി അവർക്ക് ഉണ്ട്. ഇനി ഒറിജിനൽ ആയിട്ടുള്ള കമ്മിറ്റിയെ ഇലക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 മാസത്തിനകം ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു റൂൾ എന്ന് പറയുന്നത് ഗവൺമെന്റിനോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ ഫസ്റ്റ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ചെയർമാൻ അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 12 മാസം വരെ ഈ കമ്മിറ്റി മെമ്പറായിട്ട് തുടരാനായിട്ട് കഴിയും. നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ഇതില് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. കമ്മിറ്റി മെമ്പേഴ്സിന് ഉണ്ടാവുന്ന ഡിസ്ക്വാളിഫിക്കേഷൻസുകളാണ് പറയുന്നത്. അതായത് സെയിം ടൈപ്പിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ മെമ്പർമാരായിട്ട് ഇരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റിയിൽ മോർ ദാൻ ആയി കഴിഞ്ഞാലും അവിടെ കമ്മിറ്റി മെമ്പർമാരായിട്ട് തുടരാനായിട്ട് കഴിയില്ല. പക്ഷെ ഇത് ഫെഡറൽ അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസുകളിൽ ഈ റൂള് അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഓണറേറിയം പെയ്ഡ് ചെയ്യുന്ന ഒരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മിറ്റി മെമ്പർ ആകാനായിട്ട് കഴിയില്ല. മറ്റൊരു പോയിന്റ് പറയുന്നത് ഒരു മീറ്റിംഗില് 50% ഓഫ് ദി ജസ്റ്റ് എബോ ആയിട്ടുള്ള കോറം ഉള്ള ഒരു കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഒരാൾക്കായി കഴിഞ്ഞാലും ഈ കമ്മിറ്റിയിൽ മെമ്പർ ആകാനായിട്ട് കഴിയില്ല. ഇത്രയും ഡിസ്ക്വാളിഫിക്കേഷൻസുകൾ ഈ സെക്ഷൻ 28 പ്രകാരം പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് 28A പറയുന്നത് റിസർവേഷൻ ഫോർ വുമൺ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫോർ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അതായത് നമ്മുടെ ഈ കമ്മിറ്റി മെമ്പേഴ്സിൽ ഇവർക്കുള്ള പൊസിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവർക്ക് എത്ര ആളുകൾക്ക് മെമ്പർമാരാകാം എന്ന് പറയുന്ന ഒരു റൂളിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 28A പറയുന്നത്. 28A പറയുന്നത് വുമൺ ആയിട്ടുള്ള സൊസൈറ്റി ആണ്. കമ്മിറ്റിയിൽ വുമൺ ആയിട്ടുള്ള ആളുകൾക്ക് 3 സീറ്റെങ്കിലും കൊടുത്തിരിക്കണം, റിസർവേഷൻ ഉണ്ടായിരിക്കണം. ഇനി കമ്മിറ്റി മെമ്പേഴ്സിൽ SC ST വിഭാഗത്തിൽ നിന്നും ഒരാളെയും എന്ത് ചെയ്തിരിക്കണം, മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കണം. സെക്ഷൻ 28A കമ്പൽസറി ആണ്. സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ടോട്ടൽ മെമ്പേഴ്സിൽ 3 പേരെ ആരായിരിക്കണം, ലേഡീസ് ആയിരിക്കണം. അപ്പൊ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ 15 പേര് ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ അതിൽ 12 പേര് മെയിലും 3 പേര് ആരായിരിക്കണം, ലേഡീസും ആയിരിക്കണം.
ഇനി അതിൽ തന്നെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നും ഒരു വ്യക്തിയെ എന്ത് ചെയ്തിരിക്കണം, കമ്മിറ്റി മെമ്പറായിട്ട് ഇലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അനദർ പോയിന്റ് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് ഒരു ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം, പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു, ചില സൊസൈറ്റീസുകളിലൊക്കെ എന്ത് ചെയ്തിരിക്കണം, വാർഡ് ബേസിൽ ഇലക്ഷൻ നടത്തിയതിനു ശേഷം മാത്രമേ കമ്മിറ്റി മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അങ്ങനെ ഇലക്ട് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രൽ റോള് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 28B പറയുന്നത്. അപ്പൊ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച്. ആ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ പഠിക്കുന്നത്. സെക്ഷൻ 28B, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പോൾ ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഫോർ ദ സൂപ്പീരിയന്റന്റ് direction and control of the preparation of the electoral roll and for conduct of the election to cooperative societies including the president, vice president and representative general body. അതായത് ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റി മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതിന് വേണ്ടി, ആ ഒരു ഇലക്ഷൻ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സുപ്പീരിയന്റ് അതോറിറ്റി ആയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനില് ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇലക്ട് ചെയ്യപ്പെടുന്ന ആ കമ്മിറ്റി മെമ്പർമാരിൽ നിന്ന് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെയും ചില സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെയും എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഏതൊക്കെ സൊസൈറ്റികളിലാണ്. അപ്പൊ 1000-നേക്കാൾ കൂടുതൽ മെമ്പർമാരുള്ളതോ ഒന്നിലധികം താലൂക്കിൽ പ്രവർത്തന മേഖലകൾ ഉള്ളതായിട്ടുള്ള സൊസൈറ്റികൾക്ക് എന്ത് ചെയ്യാം, ഒരു ജനറൽ ബോഡിക്ക് പുറമെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ ഇലക്ട് ചെയ്യാം. അപ്പൊ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയില് മെയിൻ ആയിട്ടും ഒന്നുകിൽ ബൈലോ ഓൾട്രേഷൻ ചെയ്തത്, അതുപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലുള്ള നമ്പർ ഓഫ് പേഴ്സൺ നമ്മൾ പഠിച്ചതാണ്. 2500 മെമ്പർമാരുള്ള സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ 50, 2500 മുതൽ 10,000 വരെ മെമ്പർമാരാണെന്നുണ്ടെങ്കിൽ 200 പേര്, 10,000-നേക്കാൾ മുകളിലാണ് മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ 500 പേര് ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ ഉണ്ടാവും. അപ്പൊ ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെയും ഇലക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനില് ആരൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ്. ഇതില് 3 വ്യക്തികളാണ്. 3 വ്യക്തികളെക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ ആദ്യം നമുക്ക് ഈ 3 വ്യക്തികളിൽ ഒരാള് ഇലക്ഷൻ കമ്മീഷണറാണ്. മറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ഷൻ ചെയ്യുന്ന 2 കൺവീനേഴ്സ് ആണ്. അപ്പൊ ഇവർക്കൊക്കെ ഏത് റാങ്കിൽ വരുന്ന ആളുകളെയാണ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതും ദെൻ കൺവീനേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതും എന്ന് പറയുന്ന റൂളിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന 2 ആളുകളുടെ 2 അല്ല 3 വ്യക്തികളുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ. അവരുടെ പ്രവർത്തന കാലാവധി, എത്ര സമയം വരെ അവർക്ക് ഈ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് കഴിയും, ആ റൂളുകൾ പറയുന്നുണ്ട്. ആരാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതും ഈ റൂളിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. The state election commission shall constitute for not more than 3 members. 3 വ്യക്തികളെക്കാൾ കൂടുതലാകാനായിട്ട് പാടില്ല. Among them shall be a state chief election commissioner and others shall be commissioners. അതായത് 3 വ്യക്തികളിൽ ഒരാള് ഇലക്ഷൻ കമ്മീഷണർ ആണ്, മറ്റേ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതർ കമ്മീഷണേഴ്സ് ആണ്. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൺവീൻ ചെയ്യുന്ന
കമ്മീഷണർമാരും ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഒരാളെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ദ സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി എൻ ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ആ റാങ്കിന് താഴെ അല്ലാത്ത ഒരു വ്യക്തിയായിരിക്കും ആരായിട്ട് വരുന്നത്, ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് വരുന്നത്. സൊസൈറ്റിയുടെ ഇലക്ഷൻ കമ്മിറ്റിയിൽ 3 പേരാണ് ഉണ്ടാവേണ്ടത്. ഇലക്ഷൻ കമ്മിറ്റിയിൽ അതിൽ ഒരാള് ചീഫ് കമ്മീഷണർ ആണ്. ആ കമ്മീഷണർ ആരായിരിക്കണം, ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലുള്ള ചീഫ് ആയിട്ടുള്ള സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു റാങ്കിന് താഴെ വരുന്ന ആളായിരിക്കും ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. അടുത്തത് കമ്മീഷണർ ഷാൾ, 2 വ്യക്തികൾ കമ്മീഷണർമാരാണ് ഇലക്ഷൻ ചെയ്യാനായിട്ടുള്ള ആ ആളുകൾ. ദ കമ്മീഷണർ ഷാൽ ബി പേഴ്സൺ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡീഷണൽ രജിസ്ട്രാർമാരാണ്. ഇപ്പൊ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. രജിസ്ട്രാർ, ദെൻ അഡീഷണൽ രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ്, ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ചാപ്റ്റർ 4 അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് പഠിച്ചിട്ടുണ്ട്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതില് രജിസ്ട്രാർക്ക് തൊട്ട് താഴെ വരുന്ന ആളുകള് അഡീഷണൽ രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, ദെൻ അതിന് താഴെ വരുന്ന ഡെപ്യൂട്ടി രജിസ്ട്രാർ. അതില് ഈ വരുന്ന അഡീഷണൽ രജിസ്ട്രാറിന്റെ റാങ്കിന് താഴെയല്ലാത്ത വ്യക്തികളാണ് ആരായിട്ട് വരേണ്ടത്, ഈ 2 കമ്മീഷണർമാരായിട്ട് വരേണ്ടത്. The term of office of the state chief executive, chief cooperative election commissioner shall be and commissioners shall 5 years from the date of the assumption of office or 62 years whichever is earlier. അതായത് ഈ 2 ഇലക്ഷൻ കമ്മീഷനിൽ വരുന്ന 3 വ്യക്തികൾ, ഈ 3 വ്യക്തികളെ നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഡേറ്റ് മുതൽ, അവർ അപ്പോയിന്റ് ചെയ്ത ഡേറ്റ് മുതൽ 5 വർഷം അല്ലെങ്കിൽ 62 ഇയേഴ്സ് ഏതാണോ ആദ്യം നടക്കുന്നതെങ്കിൽ അത്രയും കാലം വരെ ഇവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പ്രവർത്തന കാലാവധിയായിട്ട് തുടരാവുന്നതാണ്. അപ്പോ ഇലക്ഷൻ കമ്മീഷനിൽ മെയിൻ ആയിട്ടും അവർക്ക് ചെയ്യാനുള്ളത് സുപ്പീരിയന്റന്റ് ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി പ്രിപ്പറേഷൻ ഓഫ് ദി ഇലക്ട്രൽ റോള്, അതായത് വോട്ടേഴ്സിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ്, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇലക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടിയും കൂടെ ഇലക്ട് ചെയ്യാനും വേണ്ടിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇതില് പറയുന്ന മറ്റൊരു പോയിന്റ് ആണ്, ദ ഗവൺമെന്റ് മേ അപ്പോയിന്റ് റീജിയണൽ ഓർ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ്. അതായത് ഈ സ്റ്റേറ്റ് ലെവലിലുള്ള കമ്മീഷന് പുറമെ, ഇലക്ഷൻ കമ്മീഷന് പുറമെ റീജിയണൽ ലെവലിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലില് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവലിലുള്ള അപ്പോയിന്റ് ചെയ്യുന്ന റീജിയണൽ ഓർ ഡിസ്ട്രിക്ട് ഇലക്ഷൻ കമ്മീഷനിൽ അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കമ്മീഷണർ ആയിട്ട് വരുന്നത് കോപ്പറേറ്റീവ് രജിസ്ട്രാറുടെ, ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോപ്പറേറ്റീവില് വരുന്ന ജോയിന്റ് രജിസ്ട്രാർക്ക് താഴെ വരുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അഡീഷണൽ രജിസ്ട്രാർ ആണ് ആർക്ക് കമ്മീഷണർമാരായിട്ട് വരുന്നത്. പക്ഷെ ഡിസ്ട്രിക്ട് ലെവലിൽ വരുമ്പോൾ ജോയിന്റ് രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ഈ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നതും അവരുടെ പ്രവർത്തനം 62 ഇയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് വരെയാണ്, അതായത് 5 വർഷത്തേക്കുള്ള ഒരു കാലാവധിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ പ്രൊസീജിയറാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.